15 വർഷം മുമ്പ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ കൊന്ന് കുഴിച്ചു മൂടിയതായി സംശയം. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജയശങ്കർ ആലപ്പുഴയിൽ ചെയ്തു. ജയശങ്കർ, 15 വർഷം മുമ്പുണ്ടായതൊരു മിസ്സിംഗ് കേസ്, അതിപ്പോൾ 15 വർഷം കഴിയുമ്പോൾ കൊന്നതാണെന്നും ആ മൃതദേഹം ഒരു സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടിരിക്കുന്നുവെന്നുള്ള വിവരങ്ങൾ ഏത് ഘട്ടത്തിലാണ് പുറത്തു വരുന്നത്? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നിർണായക ഫൈൻഡിങ്സിലേക്ക് പോലീസ് എത്തുന്നത്? പുതിയ വിശദാംശങ്ങൾ. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 15 വർഷം മുമ്പുണ്ടായ ഒരു തിരോധാന കേസ് പോലീസ് പുനരന്വേഷണം ആരംഭിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതീവ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണം. ഈ 20 വയസ്സുണ്ടായിരുന്ന കല എന്ന പെൺകുട്ടിയാണ് 15 വർഷം മുമ്പ് ആലപ്പുഴയിൽ നിന്ന് കാണാതാകുന്നത്. ഈ കുട്ടിയുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. പിന്നീട് വിവാഹശേഷമാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ കാണാതാകുന്നത്. പിന്നീട് ഈ കുട്ടിയുടെ ഹസ്ബൻഡും മറ്റും വിദേശത്തേക്ക് കടന്നു. ഈ ഇടെയാണ് ഈ അനിൽകുമാർ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇയാളെയും ചില സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തതിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇത്തരത്തിൽ ഇവരെ കുഴിച്ചു മൂടി സെപ്റ്റിക് ടാങ്കിൽ ഇട്ടു എന്നാണ് ഈ അനിൽ എന്ന് പറയുന്ന ആൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് ഇത്തരത്തിലുള്ള പരിശോധനകളും ഇവർ താമസിച്ചിരുന്ന വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെ കുഴിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് കടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മാനാത്തെ ഈ വീട്ടിന്റെ സെപ്റ്റിക് ടാങ്ക് പൊളിക്കുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. പരിശോധനകൾ തുടങ്ങി. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഈ ഒരു കേസ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നീണ്ട 15 വർഷത്തിനു ശേഷം ഒരു തിരോധാനം, അത് കൊലപാതകമാണെന്ന് കണ്ടെത്തുന്ന നിർണായകമായ സംഭവമായിരുന്നു. എന്തായാലും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഈ പരിശോധനകൾ നടത്തുന്നത്. നിലവിൽ ഈ ഭർത്താവ് അനിൽകുമാർ ഉൾപ്പെടെ 4 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ കൂടി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നിലവിൽ അന്വേഷണം. ഈ മൊഴികൾ ശരിയാണെങ്കിൽ ഒരു തിരോധാന കേസ് 15 വർഷത്തിന് ശേഷം കൊലപാതകമാകുന്ന അതിനിർണായകമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പോലീസിനെ സംബന്ധിച്ച വലിയ ഒരു നേട്ടമായിരിക്കും ഈ ഒരു കേസ്. സുഹേൽ. ജയശങ്കർ, ഈ 15 വർഷം മുമ്പ് ഒരു യുവതിയെ കാണാതാകുന്നു. ഇപ്പോൾ ഭർത്താവടക്കം 4 പേർ കസ്റ്റഡിയിലാകുന്നു. അപ്പോൾ ഈ തുടക്കം മുതൽ ഈ കേസ് അന്വേഷണത്തിന്റെ ഗതി എങ്ങനെയായിരുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഭർത്താവ് സംശയനിലയിൽ വന്നിരുന്നോ? എങ്ങനെ കാണാതായി എന്ന രീതിയിലായിരുന്നു ഈ വാർത്ത തുടക്കത്തിൽ വന്നത്? അതായത് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, അതോ എങ്ങോട്ടെങ്കിലും പോകുന്ന വഴി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്തേക്ക് പോയതിനു ശേഷം പിന്നെ കാണാനില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു ഈ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത്? ആദ്യഘട്ടത്തിൽ ഇതൊരു സാധാരണ തിരോധാന കേസ് എന്ന തലത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നത്. പിന്നീട് ഇടെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അതീവ രഹസ്യമായി ഈ കേസിന്റെ പുനരന്വേഷണം ആരംഭിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ഭർത്താവിന് ഉൾപ്പെടെയുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുന്നത്. അത്തരത്തിലാണ് ഈ ചോദ്യം ചെയ്യലിലൊക്കെയാണ് ഈ ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇവർ മൊഴിയായി നൽകുന്നത്. പോലീസ് ഈ മൊഴി ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടത്തുന്നു. ഈ പരിശോധന അടിസ്ഥാനത്തിൽ ഈ മൃത ശരീരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഒരു തിരോധാന കേസ് അത് കൊലപാതകമാകുന്നു. അത് സംബന്ധിച്ച പോലീസിന് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ടി വരും. കൂടുതൽ ചുരുളുകൾ അഴിയുക, ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പരിശോധനകളാണ്. പോലീസിന്റെ മുഴുവൻ നീക്കങ്ങളും അതീവ രഹസ്യമായിട്ടായിരുന്നു ഇത്രയും ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവി നേരിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ അവലോകനം നടത്തുകയും ഇതിന്റെ വിശദാംശങ്ങൾ നോക്കുകയും മറ്റും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചുകൊണ്ടുള്ള പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി വിവരങ്ങളെല്ലാം തന്നെ തത്സമയം ശേഖരിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. 15 വർഷം മുമ്പ് ഒരു യുവതിയെ കാണാതാകുന്നു. പോലീസിന്റെ അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. ഒടുക്കം യുവതിയെ കൊന്നു കുഴിച്ചുമൂടി എന്ന വാർത്ത വരുന്നു. കുഴിച്ചുമൂടിയ യുവതിയുടെ മൃതദേഹം സമീപത്തൊരു വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ ഇട്ടിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നു. ഇതിന് പിന്നാലെ പോലീസ് സംഘം അവിടെ ഇപ്പോൾ അരിച്ചു പെറുക്കുന്നു. ആ കുഴി തുറക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ മനീഷ് മഹിബാൽ ചേർന്നു. മനീഷ്, ഈ കേസ് തുടക്കം മുതൽ, അതായത് ഈ യുവതി എങ്ങനെ കാണാതായി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭർത്താവും സുഹൃത്തുക്കളും കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഭർത്താവിനെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ ഭർത്താവിനെ സംശയമില്ലാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കേസിന്റെ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സുഹേൽ, ഈ സംഭവം നടക്കുന്നത് 15 വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ യാതൊന്നും പുറത്തു വിട്ടിട്ടില്ല. 15 ആണോ 18 ആണോ എന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരം, ഈ 15 വർഷങ്ങൾക്ക് മുൻപ് അന്ന് 20 വയസ്സുണ്ടായിരുന്ന കല അന്ന് പ്രണയ വിവാഹത്തിലൂടെ ഈ
അനിൽകുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അനിൽകുമാറിനെ വിവാഹം കഴിച്ചിട്ട് മാന്നാറിലെ വീട്ടിലേക്ക് എത്തുന്നു. പിന്നീട് ഒരു കുഞ്ഞ് ഇവർക്ക് ജനിക്കുന്നു. ഇതിനുശേഷം പിന്നീട് കലയെ കാണാതാകുന്നു. അങ്ങനെ പോലീസിൽ പരാതി, അന്ന് മാന്നാർ പോലീസിൽ പരാതി കൊടുക്കുന്നു. അന്ന് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്ന് വർഷങ്ങൾക്ക് മുൻപ് അന്വേഷണം നടത്തി ഇവരെ പിന്നീട് കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് തന്നെ പിന്നീട് ക്ലോസ് ചെയ്തു. പക്ഷേ പിന്നീടാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇത് സംബന്ധിച്ച വലിയ വ്യക്തമായ ഒരു സൂചന ലഭിക്കുന്നത്. ഏറെക്കുറെ പോലീസ് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ ഏറെക്കുറെ ഇത് കൊലപാതകമാണെന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു. പക്ഷേ പോലീസിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെളിവാണ്. ഇതിൽ ഈ മരിച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ്, അത് ഇനിയിപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അസ്ഥികൂടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ മൃതദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇത് കൊല ചെയ്യപ്പെട്ടു എന്നതിനെ കോടതിയിൽ സമർത്ഥിക്കാൻ മാത്രമുള്ള തെളിവ് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ പ്രതികൾ നിലവിൽ കസ്റ്റഡിയിലുള്ളത് 4 or 5 പേർ കസ്റ്റഡിയിലുണ്ട്. അനിൽകുമാർ അടക്കം ബന്ധുക്കൾ പലരും കസ്റ്റഡിയിലുണ്ട്. പലരെയും ഇതിനോടകം തന്നെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പലരെയും ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് 4 പേർ എന്നുള്ള വിവരമുണ്ട്. ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുള്ളത് 5 പേരെ ആണെന്നുള്ള വിവരം കൂടിയുണ്ട്. ഒരാളെ കൂടി ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടിയുണ്ട്. പോലീസ് RDOയുടെ അടക്കം അനുമതിയോടുകൂടിയാണ് സെപ്റ്റിക് ടാങ്ക് പരിശോധിക്കുന്നത്. പ്രതികൾ നിലവിൽ ഈ കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി പോലീസിന്റെ ആശയക്കുഴപ്പിന്റെ എവിടെ നിന്നും മൃതദേഹം ലഭിക്കും, ഇവർ നൽകിയിട്ടുള്ള മൊഴി സത്യസന്ധമാണോ, ഇത് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊലപാതകമെന്ന് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ മൃതദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ശരീര അവശിഷ്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവോ പോലീസിന് ലഭിക്കണം. അത് ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതീവ രഹസ്യത്തോടാണ് ഇന്നത്തെ ദിവസം ഈ ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് മാന്നാറിലെ അനിൽകുമാർ ഏറെ വർഷമായി വിദേശത്തായിരുന്നു. അനിൽകുമാറിന്റെ വീട്ടിലെത്തി ഇത് തുറന്ന് പരിശോധിച്ച് ഇവിടെ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ അല്ല, ഇന്ന് നടത്തുന്ന പരിശോധനയിൽ വിരൽ അടയാള വിദഗ്ധർ മറ്റ് ശാസ്ത്രീയമായ പരിശോധന നടത്താനുള്ള ടെക്നിക്കൽ ടീം കൂടി പോലീസിന്റെ ഒപ്പം സഹായത്തിനുണ്ട്. ഇവരുടെ ഭാഗത്തുനിന്ന് കൂടി ഈ സഹായത്തിന്റെ ഭാഗത്ത് കൂടി ഇത് ലഭിച്ചില്ല എങ്കിൽ ഇനി മറ്റെവിടെയെങ്കിലും ആണോ എന്നുള്ള കാര്യം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇത് കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പായ സ്ഥിതിക്ക് ഇനി മൃതദേഹം കൂടി ലഭിച്ചാൽ മാത്രമേ കേസ് കോടതിയിൽ നിൽക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കേരള പോലീസിന് ഒരു കേസിൽ പുനരന്വേഷണം നടത്തി അത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ കൂടി സാധിക്കുക ഈ മൃതദേഹത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ലഭിച്ചാൽ മാത്രം. അതുകൊണ്ടാണ് പോലീസ് ഇത്രയും അതീവ രഹസ്യമായി അന്വേഷണം നടത്തിയ ശേഷം ഇന്ന് പരിശോധനയ്ക്ക് എത്തിയത്. ഇപ്പോൾ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഈ പരിശോധനകൾ നടത്തുന്നത്, തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം തന്നെ പോലീസ് രഹസ്യ സ്വഭാവത്തോടുകൂടി പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും തെരച്ചിൽ നടത്തുന്നു. ഒപ്പം തന്നെ പല ആളുകളെയും ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ 4 പേരുണ്ട്. സ്ഥലത്ത് 5 പേരെ പോലീസ് എത്തിച്ചിട്ടുണ്ട്. അനിൽകുമാർ അടക്കം 5 പേരെ എത്തിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സുഹൈൽ, മനീഷ, ഒരു ഊഹാപോഹം അല്ലെങ്കിൽ ഈ വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും വർഷം ശേഷം പോലീസ് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ ഇടയാക്കിയത് ഒരു ഊമക്കത്താണെന്ന രീതിയിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നു. അതിലെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഈ മൃതദേഹം ഇന്ന വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടെന്നും ഇത്ര പേർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ഒരു ഊമക്കത്ത് സ്റ്റേഷനിൽ എത്തുകയും അതിനെ തുടർന്ന് എസ്പിയുടെ നിർദ്ദേശത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഏകദേശം ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു സാധൂകരണം ഉണ്ടെന്ന രീതിയിലൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നൊക്കെ രീതിയിൽ അനൗദ്യോഗികമായ ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മനീഷിന് വ്യക്തിപരമായ അത്തരത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? സുഹേലെ, ഇത് സംബന്ധിച്ച് പല വിവരങ്ങൾ ഇതിനോടകം തന്നെ ഈ വാർത്തയെ സംബന്ധിച്ചുള്ള ചില ചുരുളുകൾ ഇന്ന് രാവിലെ തന്നെ വന്നിരുന്നു. പക്ഷേ ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യവും വ്യക്തമാക്കാൻ തയ്യാറല്ല. ഇത് അന്വേഷണത്തെ ബാധിക്കും. ഇപ്പോഴും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പല ആളുകളും വെളിച്ചത്ത് വരാനുണ്ട്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവർ നൽകുന്ന മൊഴി തന്നെ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കില്ല. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആൾ, ഒപ്പം തന്നെ ഈ കലയുടെ ഭർത്താവ്, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഉറപ്പിക്കുന്ന കലയുടെ ഭർത്താവ് അനിൽകുമാർ അല്ലാതെ മറ്റാരെങ്കിലും പ്രതികളുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്താനുള്ളത് കൊണ്ട് പോലീസ് ഇത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും പുറത്തുവിടുന്നില്ല. പക്ഷേ എന്താണെങ്കിലും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനെ നേരിട്ട് തന്നെയാണ്, അതായത് മറ്റൊരു ഉദ്യോഗസ്ഥൻ വഴിയല്ല, ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് തന്നെയാണ് അത് പല മാർഗത്തിൽ ലഭിക്കുക. പുതിയ സാങ്കേതിക വിദ്യയുടെ കാലത്ത് അത് ഊമക്കത്തോ അല്ലെങ്കിൽ വാട്സപ്പിലെ സന്ദേശമോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ വന്നൊരാൾ ബോധ്യപ്പെടുത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് എന്താണെങ്കിലും ഔദ്യോഗികം സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് തന്നെ പറയണം ഏത് രീതിയിലാണ് വിവരം കിട്ടുന്ന കാര്യം. ഈ കേസ് അന്വേഷണം പൂർത്തിയായത് വിജയകരമായി പൂർത്തിയായാൽ പോലീസ് തന്നെ ഒരു ഘട്ടത്തിൽ പത്രസമ്മേളനം നടത്തി ഈ കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസ് ഒരു തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. എങ്ങനെയാണ് ഇതിന്റെ ചുരുൾ അഴിഞ്ഞത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഒരു പക്ഷേ ഈ കുടുംബത്തിലെ തന്നെയുള്ള ബന്ധുക്കളുടെ ഒക്കെ തന്നെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതെങ്കിൽ ഇതിനകത്ത് നിന്നും തന്നെ ആയിരിക്കും ഇത് ചോർന്നിട്ടുള്ളത്. പല തരത്തിലുള്ള തർക്കങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. അനിൽകുമാറും
കലയും തമ്മിൽ അന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇവർ തമ്മിൽ അന്ന് ഉണ്ടായ തർക്കം എന്താണ്, ഈ കുടുംബത്തിനകത്ത് ചില സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് ഇത്തരം വിവരങ്ങൾ പോലീസിന് ലഭ്യമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സമാന്തരമായി പോലീസ് രഹസ്യ സ്വഭാവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനെ കൊണ്ടുകൂടി അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പോലീസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവ് ലഭിക്കുക, അതായത് ഈ മൃതദേഹത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടം അവിടെ നിന്നും ഈ മാന്നാറിലെ ഈ വീട്ടിൽ നിന്ന് ലഭിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പോലീസ് അത്തരത്തിലുള്ള പരിശോധന ശക്തമാക്കി എല്ലാ പഴുതും അടച്ചുകൊണ്ട് പ്രതികൾ കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ മൃതദേഹത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടം ലഭിക്കാനുള്ള പരിശോധനകൾ നടത്തുന്നു. ഒപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള സഹായം തേടിക്കൊണ്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ മാന്നാറിൽ പുരോഗമിക്കുന്നത്. ആലപ്പുഴ ചെങ്ങന്നൂർ ഡിവൈഎസ്പി സ്ഥലത്തുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ മൊത്തത്തിലുള്ള ചുമതലയും അന്വേഷണം നയിക്കുന്നതും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണാണ്. സുഹേൽ, 15 വർഷം മുമ്പ് പുതുജീവിതം സ്വപ്നം കണ്ട് ഭർത്താവുമായി പ്രണയവിവാഹത്തിലേർപ്പെട്ട് 20 വയസ്സുകാരി കല പിന്നീട് കുടുംബ പ്രശ്നങ്ങളിൽ കാരണം വ്യക്തമല്ല, പ്രകോപനം വ്യക്തമല്ല, കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഒരു സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിടുന്നു. 15 വർഷങ്ങൾ കല എവിടെയെന്ന ചോദ്യം പ്രസക്തമാക്കിക്കൊണ്ട് അന്വേഷണം പല വഴിക്ക് നടക്കുന്നു. ഒടുക്കം 15 വർഷങ്ങൾക്ക് ഇപ്പുറം കലയെ കൊന്നു കുഴിച്ചുമൂടി സെപ്റ്റിക് ടാങ്കിൽ ഇട്ടുവെന്ന അതിനിർണായക വിവരം പോലീസിന് ലഭിക്കുന്നു. എങ്ങനെ പോലീസിന് വിവരം ലഭിച്ചു, ഇതിന് സാധൂകരിക്കുന്ന തെളിവുകൾ എവിടെയെന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ പ്രസക്തമായി നിൽക്കെ തന്നെ ഇപ്പോൾ ആ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മൃതദേഹം അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ എത്തിയ ഫൈൻഡിങ്സിൽ അവർക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്ത് തന്നെയായാലും ഒരു 15 വർഷം നീണ്ട തിരോധാന കേസിന് ഒരു വഴിക്കെങ്കിൽ മറുവഴിക്ക് ഒരു ചെറിയ ഫൈൻഡിങ്സിലേക്ക്, നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതിന്റെ വളരെ പോസിറ്റീവായ വാർത്തകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അല്ലെങ്കിൽ ആ കലയെന്ന ചോദ്യം, കലയെന്ന യുവതി എവിടെയെന്ന ചോദ്യം എന്നേക്കുമായി ചോദ്യചിഹ്നമായി തന്നെ തുടരുമായിരുന്നു. പക്ഷേ 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഏതോ ഒരു ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസിന്റെ പരിശോധന അവിടെ തുടരുകയാണ്. ജയശങ്കർ കൂടി ചെയ്യുന്നു. ജയശങ്കർ, ഇപ്പോൾ ഈ പോലീസിനെ സംബന്ധിച്ചിടത്ത് ഏറ്റവും നിർണായകമായി കണ്ടെത്തേണ്ട കാര്യം ആ കുഴിയിൽ നിന്ന് കലയുടെ ശരീരാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥികൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിന്റെ മുന്നോട്ട് പോകൽ ഏറ്റവും നിർണായകമായ കാര്യം. ഇപ്പോൾ അവിടെയുള്ള പരിശോധന ഏത് ഘട്ടത്തിലാണ്? എന്തെങ്കിലും പോസിറ്റീവായ വാർത്തകൾ കിട്ടുന്നുണ്ടോ? അതായത് ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഈ കലയുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്ന് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച നിലവിൽ ഏറ്റവും നിർണായകമായ കാര്യം. കാരണം അനിൽകുമാർ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലുള്ള 4 പേരുടെ, പോലീസ് സ്ഥിരീകരിക്കുന്നത് 4 പേർ കസ്റ്റഡിയിൽ ഉണ്ടെന്ന കാര്യമാണ്. ഇതിനിടയിൽ പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും വിട്ടയക്കുകയും ചെയ്യുന്ന കാര്യമുണ്ട്. പക്ഷേ ഈ അനിൽകുമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ഇത്തരത്തിൽ ഈ കലയെ കൊന്നതിന് ശേഷം സെപ്റ്റിക് ടാങ്കിൽ ഇട്ട് കുഴിച്ചു മൂടി എന്നതാണ്. ഈ കുഴിച്ചു മൂടി എന്ന ഇവരുടെ മൊഴി സാധൂകരിക്കണമെങ്കിൽ പോലീസിന് ഇതിൽ നിന്ന് ഈ അസ്ഥികൂടം ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഇതിനാണ് പോലീസ് നിലവിൽ ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചുകൊണ്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇത് പുരോഗമിക്കുകയാണ്. ഈ ടാങ്ക് പൂർണ്ണമായും പൊളിക്കണം. കാരണം കുറെ കാലമായി മൂടിക്കിടക്കുന്ന ഒരു ടാങ്കാണ്. ഇത് പൊളിച്ച് ഇതിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന ആളുകൾ ഇറങ്ങി ഈ അസ്ഥികൂടം ഉണ്ടോ എന്നൊരു പരിശോധന നടത്തണം. അതുവരെ ഇത് പൂർണ്ണമായും ഒരു തിരോധാന കേസ് തന്നെയായിരിക്കും. പക്ഷേ ഈ അസ്ഥികൂടം ലഭിച്ചാൽ ഈ കേസിന്റെ സ്വഭാവം മാറും. പോലീസിന് കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും. നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പിന്നിൽ ഈ പ്രണയവിവാഹമായിരുന്നു. അതിനുശേഷം കുടുംബത്തിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചോ മറ്റേതെങ്കിലും തരത്തിൽ ബന്ധുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജയശങ്കർ തിരികെ വരാം. ഇത്തരം കൊലപാതകങ്ങൾക്ക് പൊതുവെ പറയുന്ന ഒരു പേര് ദൃശ്യ മോഡൽ കൊലപാതകം എന്നായിരുന്നു, കൊന്നു കുഴിച്ചു മൂടുക എന്നുള്ളതിന്. പക്ഷേ ഇത് ദൃശ്യം ഇറങ്ങും മുമ്പേ ഉണ്ടായ ദൃശ്യ മോഡൽ കൊലപാതകമാണ്. 15 വർഷങ്ങൾക്ക് ശേഷം ആ തിരോധാനത്തിന്റെ ദുരൂഹത നീക്കാൻ അവിടെ സെപ്റ്റിക് ടാങ്ക് പരിശോധിക്കുകയാണ്. സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് പരിശോധിക്കുകയാണ് പോലീസ്.